എം ലിജു, താങ്കളുടെ അവസരമാണ്. കോൺഗ്രസ് UPA കാലത്ത് നിങ്ങളുടെ നെഹ്റു കുടുംബത്തിൽപ്പെട്ട നേതാക്കളുടേതല്ലാത്ത ഒരു ദേശീയ നേതാവിനെ പോലും പരിഗണിച്ചിട്ടില്ല. ഗാന്ധിജി അടക്കമുള്ള ആളുകൾക്ക് അവഗണനയായിരുന്നു എന്ന വാദമാണ് അവിടെ ശ്രീകാന്ത് ഉന്നയിച്ചത് BJPക്ക് വേണ്ടി. അത് വസ്തുതാവിരുദ്ധമാണെന്ന് രാജ്യത്തെ സ്ഥാപനങ്ങളുടെയും അല്ലെന്നുണ്ടെങ്കിൽ പദ്ധതികളെക്കുറിച്ചും അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ഇപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പ്രോജക്റ്റ് ഈ തൊഴിലുറപ്പ്. നമ്മൾ ചർച്ച ചെയ്യുന്ന പദ്ധതിയുടെ തന്നെ പേരെന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടീസ് ആക്ട്. ജവഹർലാൽ നെഹ്റു എന്നല്ലല്ലോ ഇട്ടത്. കാരണം മഹാത്മാഗാന്ധിയുടെ ദർശനവുമായി ഏറ്റവും യോജിച്ച് നിൽക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേര് നൽകി. എന്നാൽ JNU ജവഹർലാൽ നെഹ്റു സർവകലാശാല എന്നത് ലോകത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു സ്കോളറായ, ലോകത്തിലെ തന്നെ തൻ്റേതായ ദർശനങ്ങൾ മുന്നോട്ട് വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലാവുക, പ്രശസ്തനായ ഒരു അക്കാഡമീഷ്യനായിരുന്ന നെഹ്റുവിൻ്റെ പേരിലാകുന്നത് സ്വാഭാവികമായ ആളുകളല്ലേ. ഇപ്പം നെഹ്റു കുടുംബത്തിലെ ആളുകളുടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞു. ആരൊക്കെയാണ് അവർ? നാഥുറാം ഗോഡ്സെയാണോ നെഹ്റു കുടുംബാംഗം? ഒന്ന് ജവഹർലാൽ നെഹ്റു ആണ്. ഈ രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന, ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ അഭിമാനമായിരുന്ന നെഹ്റു. രണ്ടാമത്തെ ആൾ ഇന്ദിരാഗാന്ധിയാണ്. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ, ഈ രാജ്യത്ത് നിരവധി തവണ പ്രധാനമന്ത്രിയായ, ബാങ്കുകളെ ദേശസാൽക്കരിച്ച, ഇന്ത്യയെ ആണവശക്തിയാക്കിയ, ബംഗ്ലാദേശിനെ മോചിപ്പിച്ച പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി. മൂന്നാമത്തെ ആൾ രാജീവ് ഗാന്ധിയാണ്. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി രക്തസാക്ഷിയായ ആളുകൾ. ഇവരാരുടെ പേരിടും? സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞ സവർക്കറുടെ പേരല്ലേ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഇവർക്ക് പറയാൻ പറ്റുന്ന പഴയ സംഘപരിവാർ ബന്ധമുണ്ട്, പിന്നീട് ഹിന്ദു മഹാസഭക്കാരനായ ഗോഡ്സയുടെ പേരിടുവോ? അല്ലെങ്കിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ഏതൊരാളുടെ പേരാണ്? അല്ല, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ അല്ല, താങ്കള് ഒരാളും മാപ്പ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ BJP വക്താവിന്റെ ചർച്ച കേട്ട് അല്ലെന്നേ അഭിലാഷേ എനിക്ക് ഈ BJP വക്താവിന്റെ ചർച്ച കേട്ടപ്പോൾ ഒരു വിഷയം എന്നറിയാമോ? അദ്ദേഹത്തിന് അതാ പറഞ്ഞ, അദ്ദേഹത്തിന് യാതൊരു എനിക്ക് ഇത്രയും നേരം ഞാൻ ഇദ്ദേഹത്തെ ഒബ്സർവ് ചെയ്തതിലോ മനസ്സിലായ കാര്യം, അദ്ദേഹം ഒരു വസ്തുതയും പറയാൻ തയ്യാറല്ല. അദ്ദേഹം മറ്റ് ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറി ഡിസ്റ്റർബൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് കയറി വെറുതെ അനാവശ്യമായി സംസാരിക്കുന്ന ഒരു അസഹിഷ്ണുതയാണ് ഇദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ മുഖമുദ്രയാവുന്നത്. അത് ഇവരുടെ ഒരു കൾച്ചറിൻ്റെ കൂടി ഭാഗമാണ്. നേരത്തെ ഇദ്ദേഹം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ആക്ഷേപിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? അദ്ദേഹം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഉടനെ ഇടയ്ക്ക് കയറി സംസാരിക്കേണ്ട, അസഹിഷ്ണുത കാണിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. എൻ്റെ പ്രസ്ഥാനം അതല്ല പ്രദാനം ചെയ്യുന്നത്. ആരാണ് മറുപടികൾ പറയാത്തത്? പത്രമാധ്യമങ്ങളെപ്പോലും അഭിമുഖീകരിക്കാൻ തയ്യാറാവാത്ത, പാർലമെൻ്റ് ഒന്ന് വന്നിരുന്നത് സംസാരിക്കാൻ തയ്യാറാകാത്ത, പാർലമെൻറ്റിൽ ചർച്ചകൾക്ക് തയ്യാറാകാതെ ഇറങ്ങിപ്പോകുന്നയാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാം. പിന്നെ ഞാൻ അദ്ദേഹം അത് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറേണ്ടതുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് എത്ര വിയോജിപ്പെട്ടുകളും കേട്ടുകൊണ്ടിരിക്കുക, അതാണ് അതിൻ്റെ ശരി. രാജ്യത്തെ പ്രമുഖമായ സർവകലാശാലകൾക്ക് ഗാന്ധിജിയുടെ പേരുണ്ട്, ബാബാ സാഹിബ് അംബേദ്കറിൻ്റെ പേരുണ്ട്, സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരുണ്ട്, മൗലാന ആസാദിൻ്റെ പേരുണ്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരുണ്ട്, രാജീവ് ഗാന്ധിയുടെ പേരുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ പേരുണ്ട്. ഇന്നത്തെ ചർച്ചാ വിഷയം തന്നെ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധിയുടെ പേരിന്ന് മാറ്റി എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച തന്നെ. ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റിയതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നീതീകരണം പറയാനുണ്ടോ? ഈ പദ്ധതിയെ അടിമുടി തകർത്ത്, ഇത് ഒരു റൈറ്റ് ബേസ്ഡായ ഒരു ഗ്യാരണ്ടീസ് ആക്ടിനെ തകർത്ത് ഈ രാജ്യത്തെ മുതലാളിമാർക്ക്, വൻകിട ഭൂവുടമകളുടെ ഔദാര്യത്തിന് ഈ നാട്ടിലെ തൊഴിലാളികളെ വിട്ടുകൊടുത്ത നിങ്ങളുടെ നടപടിയെക്കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതിന് പകരം ഉടനെ ഇതൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ഇതിനെ മെറിറ്റോറിയസ് ആയി സംസാരിക്കാതിരിക്കുന്നതിനോട് എനിക്ക് മറുപടി പറയേണ്ട ഒരു കാര്യം എനിക്കില്ല.